നീറ്റ് യുജി ചോദ്യപേപ്പർ ചർച്ചയിൽ എൻഡിഎക്ക് മേൽ കുറ്റം ചാരി കൈകഴുകി കേന്ദ്ര സർക്കാർ. ക്രമക്കേടിന് കാരണം എൻഡിഎ എന്നും കോച്ചിംഗ് സെന്ററുകളാണ് പ്രതിഷേധത്തിന് പിന്നിലെന്നും കുറ്റപ്പെടുത്തൽ. ക്രമക്കേടിൽ ഇഡി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട ഹർജിക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. അതേസമയം ദേശീയ പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച സമിതി ഇന്ന് യോഗം ചേരും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് ക്രമക്കേടിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായി പ്രതിപക്ഷം മുറവിളി കൂട്ടുമ്പോൾ എൻഡിഎക്ക് മേൽ കുറ്റം ചാരി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ. എൻഡിഎ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പരീക്ഷ നടത്തിയതാണ് ക്രമക്കേടിന് കാരണം. ഗ്രേസ് മാർക്ക് നൽകുന്ന രീതി പതിവില്ലാത്തത്, പരീക്ഷ തുടങ്ങാൻ വൈകിയാൽ സമയം നൽകുകയാണ് വേണ്ടതെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വിശദീകരണം. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും തെരുവിലിറക്കി പ്രതിഷേധിപ്പിക്കുന്നത് ഒരു കൂട്ടം കോച്ചിംഗ് സെന്ററുകളാണെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അതേസമയം പരീക്ഷാ ഏജൻസിയുടെ സുതാര്യത ഉറപ്പാക്കാൻ രൂപീകരിച്ച മുൻ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ 7-അംഗ സമിതി യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തും. ഡാറ്റ സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകൾ മെച്ചപ്പെടുത്തൽ, NDA കമ്മിറ്റിയുടെ ഘടനയും പ്രവർത്തനവും തുടങ്ങിയവ ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ അറസ്റ്റിലായവരെ CBI സംഘം ദില്ലിയിലേക്ക് കൊണ്ടുവരും. ഇതുവരെ 18 പേരാണ് അറസ്റ്റിലായത്. അതേസമയം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെടുത്ത ചോദ്യപേപ്പറിലെ 68 ചോദ്യങ്ങൾ യഥാർത്ഥ ചോദ്യപേപ്പറുമായി സാമ്യതയുണ്ടെന്ന് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന്റെ ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തി. ചോദ്യപേപ്പർ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന കവറുകൾ പൊട്ടിച്ചതിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.